Good morning, welcome back to GST classes. Today we are discussing of offenses, penalties and punishment under GST law. Let us start. Offenses, penalties and punishment under GST Act. Penalties and punishment are fixed based on the amount of tax involved. Okay, let us see amount of tax and punishment and penalties. If the amount involved more than 5 crore, then the punishment will be imprisonment for 5 years. Then it is cognizable and non-bailable. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ടാക്സ് എമൗണ്ട് മോർ ദാൻ 5 crore ആണെങ്കിൽ അവിടെ ആ ഒരു ഒഫൻസ് എന്ന് പറയുന്നത് കോഗ്നിസബിൾ ആണ് ആൻഡ് നോൺ ബെയിലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ GST കമ്മീഷണർക്ക് അവിടെ ഒരു അധികാരവുമില്ല, ബിയോണ്ട് ഹിസ് കൺട്രോൾ. അദ്ദേഹത്തിന് അറസ്റ്റഡ് പേഴ്സണിനെ റിലീസ് ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ പറയുന്നത് എമൗണ്ട് ഓഫ് ടാക്സ് മോർ ദാൻ 5 crore ആണെങ്കിൽ അവിടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെൻറ്റ് ഫോർ 5 years ആൻഡ് ഫൈൻ. ഓക്കെ, 5 year ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ഫൈനുമാണ് എമൗണ്ട് ഓഫ് ടാക്സ് 5 crore കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇനി ബിറ്റ്വീൻ 2 crore ആൻഡ് 5 crore ആണെങ്കിലോ ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years. 3 years ഇംപ്രിസൺമെൻ്റ് ആണ്. ഫോർ 3 years, നോട്ട് അപ് ടു, ഫോർ 3 years. ഫോർ 3 years ഇംപ്രിസൺമെൻറ്റ് ഫോർ 3 years. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നോൺ കോഗ്നിസബിൾ ആൻഡ് ബെയിലബിൾ ആണ്. അവിടെ അറസ്റ്റഡ് പേഴ്സണിനെ റിലീസ് ചെയ്യാൻ കമ്മീഷണർക്ക് സാധിക്കും. ബെയിലബിൾ ആണ്. ബെയിൽ ക്യാൻ ബി കൺസിഡേർഡ് ബൈ ദ കമ്മീഷണർ ഹിംസെൽഫ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് പണിഷ്മെൻ്റ് ആണ്, 3 year പണിഷ്മെൻ്റ് ആണ്. 3 year പണിഷ്മെൻറ്റ്. ഓക്കെ, ഇനി ബിറ്റ്വീൻ 1 crore ആൻഡ് 2 crore ആണെങ്കിൽ 1 year ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ഫൈനാണ്. ഓക്കെ, അപ്പോൾ ജനറലി ഉള്ള പണിഷ്മെൻറ്റുകളാണ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ ഓർമ്മിക്കുക. പ്രൊവിഷൻസ് ഓഫ് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് GST ആക്ടിലെ CGST ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 122 to 128. സെക്ഷൻ 122 to 128. നമ്പർ ഓഫ് ഒഫൻസസ് ഇൻ GST law 21. ടോട്ടൽ നമ്പർ ഓഫ് ഒഫൻസസ് സ്റ്റേറ്റഡ് ഇൻ GST law 21 ഒഫൻസസ്. ചില ഒഫൻസുകൾ നോക്കാം. നോട്ട് ഇഷ്യൂയിങ് ഇൻവോയ്സ് ഡ്യൂറിങ് സപ്ലൈ ഓർ ഫേക്ക് ഓർ റോങ് ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് or issuing invoice using the GSTIN of another. ഇതൊക്കെ ഒഫൻസുകളാണ്. സപ്ലൈ നടത്തുമ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാതിരിക്കുക. ഇൻവോയ്സ് വേണം, അല്ലെങ്കിൽ ബില്ല് വേണം, ബിൽ ഓഫ് സപ്ലൈ വേണം. അപ്പോൾ ടാക്സ് ഇൻവോയ്സും ഇല്ല, ബിൽ ഓഫ് സപ്ലൈ ഇല്ല, ഒന്നുമില്ലാതെ ഒന്നും ഇഷ്യൂ ചെയ്യാതെ സപ്ലൈ നടത്തുക. അല്ലെങ്കിൽ ഫേക്ക് ഓർ റോങ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക. അല്ലെങ്കിൽ മറ്റൊരാളുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ GSTIN വെച്ചുകൊണ്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. ഇതൊക്കെ ഒഫൻസുകളാണ്. അതേപോലെ ഫ്രോഡ്, ഫാൾസ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓർ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ രൂപത്തിൽ തയ്യാറാക്കി കാണിക്കുക. ഫാൾസ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. റിപ്പോർട്ട് ഫോൾസ് റിപ്പോർട്ട് പാസ് ചെയ്യുക. ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഓക്കെ, അപ്പോൾ അതൊരു ഫ്രോഡാണ്, അതും ഒരു ഒഫൻസാണ്. അതുപോലെ ടാക്സ് ഇവേഷൻ കളക്ടിങ് GST ബട്ട് നോട്ട് സബ്മിറ്റിംഗ് ഇറ്റ് ടു ഗവൺമെൻറ് വിത്തിൻ 3 months. അപ്പോൾ അത് ടാക്സ് ഇവേഷനായി. ഓക്കെ, നികുതി അനധികൃതമായിട്ട് വെട്ടിക്കലായി, ഇല്ലീഗലായ രീതിയിൽ ടാക്സ് ഇവേഷൻ. കളക്ടിങ് GST കളക്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് നോട്ട് സബ്മിറ്റിംഗ് ഇറ്റ് ടു ഗവൺമെൻറ് വിത്തിൻ 3 months. അതേപോലെ ടാക്സ് ഇവേഷനായിട്ട് പരിഗണിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് യൂട്ടിലൈസിങ് ITC വിത്തൗട്ട് ആക്ച്വൽ റെസീറ്റ് ഓഫ് ഗുഡ്സ്.
നമ്മൾ ITC കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞിരുന്നു ITC ഒരാൾക്ക് അവൈൽ ചെയ്യണമെങ്കിൽ, ITC അവൈലബിൾ ആവണമെങ്കിൽ, ITC ക്ലെയിം ചെയ്യണമെങ്കിൽ അയാൾക്ക് ഗുഡ്സ് റിസീവ് ചെയ്തിരിക്കണം, അയാൾ ആക്ച്വൽ റെസീറ്റ് ഓഫ് ഗുഡ്സ് സംഭവിച്ചിരിക്കണം എന്നൊക്കെ നമ്മൾ കണ്ടീഷൻ പറഞ്ഞിരുന്നു. എന്നാൽ ഗുഡ്സ് റിസീവ് ചെയ്യാതെ തന്നെ ITC യൂട്ടിലൈസ് ചെയ്യാം, അതും ഒരു ടാക്സ് ഇവേഷൻ്റെ ഭാഗമാണ്. അതുപോലെ ഡെലിബറേറ്റ്ലി സപ്രസിങ് സെയിൽസ് ടു ഇവൈഡ് ടാക്സ്. സെയിൽസ് സപ്രസിങ് സെയിൽസ്, ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം എന്താണ് സെയിൽസ് സപ്രസ് ചെയ്യുക. ഓക്കെ, സെയിൽസ് എന്താണ് കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ സെയിൽസിനെ അവിടെ എന്താണ് ഒളിപ്പിച്ച് വെക്കുക ടു എവൈഡ് ടാക്സ്. നമ്മൾ ടേൺ ഓവർ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ. ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ സപ്ലൈസ്, എന്നാലും അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ത് വെച്ചിട്ടുണ്ടാണ്, ടേൺ ഓവർ വെച്ചുകൊണ്ടാണ്. അപ്പോൾ സെയിൽസിൽ വരുത്തുന്ന കുറവുകൾ, ഡെലിബറേറ്റ്ലി സപ്രസിങ് സെയിൽസ് ടു അവോയ്ഡ് ടാക്സ്, അതും ടാക്സ് ഇവേഷൻ്റെ ഭാഗമാണ്. അതുപോലെ സപ്ലൈസ് ഓർ ട്രാൻസ്പോർട്ട് ഗുഡ്സ് ദാറ്റ് ഈസ് കോൺഫിസ്കേറ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺഫിസ്കേറ്റഡ് ഗുഡ്സുകൾ, ഈ കണ്ടുകെട്ടിയ തടഞ്ഞു വെച്ച ഗുഡ്സുകളുണ്ടാവും ടാക്സ് അതോറിറ്റി, അത് ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യുക, അതും ടാക്സ് ഇവേഷൻ്റെ ഭാഗമാണ്. അതുപോലെ ഡിസ്ട്രോയ്സ് ഗുഡ്സ് ദാറ്റ് ഈസ് സീസ്ഡ്. ഇൻസ്പെക്ഷൻ നടത്തി, സെർച്ച് നടത്തി, അങ്ങനെ സീസ് ചെയ്തു, മതിയായ കാരണങ്ങൾ കണ്ടെത്തി സീസ് ചെയ്യപ്പെട്ട ഗുഡ്സുകൾ ഡിസ്ട്രോയ് ചെയ്യുക, അത് നശിപ്പിക്കുക. ഓക്കെ, സീസ് ചെയ്ത ഗുഡ്സിനെ നശിപ്പിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ടാക്സ് ഇവേഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒഫൻസുകളാണ്. അതേപോലെ നോട്ട് രജിസ്റ്ററിങ്, രജിസ്റ്റർ ചെയ്യാതിരിക്കുക. നമ്മൾ നേരത്തെ പഠിച്ച ത്രെഷ്ഹോൾഡ് ലിമിറ്റൊക്കെ വിട്ട് കിടന്ന ആളാണ്. ഇൻ കേസ് ഓഫ് ഗുഡ്സ് അഗ്രിഗേറ്റ് ആനുവൽ ടേൺ ഓവർ 40 lakhs. ഇൻ കേസ് ഓഫ് സർവീസസ് അഗ്രിഗേറ്റ് ആനുവൽ ടേൺ ഓവർ ₹20 lakhs. അതേപോലെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിൽ അവരുടേതായ ത്രെഷ്ഹോൾഡ് ലിമിറ്റ്. ഇതൊക്കെ അച്ചീവ് ചെയ്തിട്ടും രജിസ്റ്റർ ചെയ്യാതിരിക്കുക, അതൊരു ഒഫൻസാണ് ആസ് പെർ GST ലോ. ഇപ്പോൾ എന്താ ഒഫൻസ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞൊക്കെ ഒഫൻസാണ്. എന്നാൽ ഒഫൻസ് എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പറയാം, വയലേഷൻ ഓഫ് എനി പ്രൊവിഷൻ ഓർ റൂൾ ഇൻ GST ലോ. വയലേഷൻ ഓഫ് എനി പ്രൊവിഷൻ ഓർ റൂൾ ഇൻ GST ലോ. GST ലോയിൽ പറയുന്ന ആ ഒരു CGST ആക്ട്, SGST ആക്ട്, UTGST ആക്ട്, IGST ആക്ട് ഏത് ആവട്ടെ, വട്ട് എവർ മേ ബി ദ ടൈപ്പ് ഓഫ് ടാക്സ്, GST ലോയിൽ പറയുന്ന റൂൾസിൽ പറയുന്ന ആ റൂളുകൾ അല്ലെങ്കിൽ പ്രൊവിഷൻസ്, ആക്റ്റിൽ പറയുന്ന പ്രൊവിഷൻസ്, അതിനെ വയലേറ്റ് ചെയ്യുക. അതെന്തോ ആവട്ടെ, പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്തു, റൂൾ വയലേറ്റ് ചെയ്തു, അതിനൊക്കെ നമുക്ക് ഒഫൻസ് എന്ന് വിളിക്കാം. അതിനൊക്കെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറയുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ ഒഫൻസായി മാറും എന്ന്. ടോട്ടൽ 21 ഒഫൻസസ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒഫൻസുകളാണ് പറയുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുക. രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആയ ആളാണ്, എന്നാൽ എന്താണ് അയാൾ രജിസ്റ്റർ ചെയ്യുന്നില്ല, അപ്പോൾ അതൊരു ഒഫൻസാണ്. അതേപോലെ നോട്ട് ഡിഡക്റ്റിംഗ് TDS ഓർ നോട്ട് കളക്റ്റിംഗ് TCS. TDS ഡിഡക്റ്റ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ TCS കളക്ട് ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളാണ്, അവരെന്ത് ചെയ്യുന്നില്ല, TDS ഡിഡക്റ്റ് ചെയ്യുന്നില്ല, TCS കളക്ട് ചെയ്യുന്നില്ല, ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നില്ല, അല്ലെ ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അവരും ഒഫൻസ് ചെയ്ത ആളുകളാണ്. അതുപോലെ റോങ്ഫുൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ITC. നമ്മൾ ITC ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞല്ലോ, ISD നമ്മൾ പഠിച്ചല്ലേ. ഇൻപുട്ട് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മൾ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞല്ലോ ISD. അവർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ റോങ്ഫുള്ളായിട്ട് ആ പ്രപ്പോഷണൽ ബേസിസിലാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എന്താണ് റോങ്ഫുള്ളായ രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുക, അതും ഒരു ഒഫൻസാണ്. അതേപോലെ നോട്ട് മെയിൻറ്റെയിനിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നോട്ട് മെയിൻറ്റെയിനിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കലും എന്താണ് ഒഫൻസാണ്. അതേപോലെ ഡിസ്ട്രോയിങ് എവിഡൻസ് നശിപ്പിക്കുക. ഡിസ്ട്രോയിങ് എവിഡൻസ് തെളിവുകൾ നശിപ്പിക്കുക. ഇതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്, ഒഫൻസുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ദീസ് ആർ ദ വേരിയസ് ഒഫൻസസ്. ഇപ്പോൾ ബേസിക്കലി നമ്മൾ എമൗണ്ട് ഓഫ് ടാക്സ്, അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നോക്കിയിട്ട് എത്ര എമൗണ്ട് ടാക്സ് അടക്കാനുണ്ട്, ആ ഒരു എമൗണ്ടിൻ്റെ ക്വാണ്ടിറ്റി എമൗണ്ട് നോക്കിയിട്ട് നമ്മൾ പണിഷ്മെൻറ്റ് ഫിക്സ് ചെയ്തിരുന്നു.
ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. മോർ ദാൻ 5 crore ആണെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ 5 years. ബിറ്റ്വീൻ 2 crore ആൻഡ് 5 crore ഇംപ്രിസൺമെൻറ്റ് 3 years. ബിറ്റ്വീൻ 1 crore ആൻഡ് 2 crore ഇംപ്രിസൺമെൻറ്റ് 1 year. എല്ലാത്തിൻ്റെ കൂടെയും പ്ലസ് ഫൈൻ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഒഫൻസുകളെ കുറിച്ചാണ്. എന്താണ് ഒഫൻസ് എന്നും എന്തൊക്കെ ഒരു ടാക്സ് പെയർ ചെയ്യുമ്പോൾ അത് ഒഫൻസായി മാറുമെന്നും എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ കൂടെ പണിഷ്മെൻറ്റുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. ഇനി നമ്മൾ ഓരോ ടൈപ്സ് ഓഫ് ഒഫൻസ് വെച്ചിട്ട് അതിൻ്റെ പെനാൽറ്റി നോക്കും. നമ്മളിപ്പോൾ അതിൻ്റെ പണിഷ്മെൻറ്റാണ് പറഞ്ഞത്. ഒരു ഇംപ്രിസൺമെൻറ്റ് രൂപത്തിലുള്ള പണിഷ്മെൻറ്റുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒഫൻസിൻ്റെ പല ടൈപ്പുകളും അതുപോലെ അതിൻ്റെ എമൗണ്ട് ഓഫ് പെനാൽറ്റിയും നോക്കാം. ഓക്കെ, ഇപ്പോൾ പറഞ്ഞത് നമ്മൾ അതിൻ്റെ പണിഷ്മെൻറ്റാണ്, ഇംപ്രിസൺമെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ടൈപ്പ് ഓഫ് ഒഫൻസ് ആസ് വെൽ ആസ് എമൗണ്ട് ഓഫ് പെനാൽറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ.